തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കപ്പലണ്ടിക്ക് എന്താ ഏത്തപ്പഴത്തിൻ്റെ കൂടെ കാര്യമെന്നായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? കപ്പലണ്ടിയും ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്കൊന്ന് വറുത്തെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള കപ്പലണ്ടി ഒരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി ഒരു തവണ വറുത്തെടുത്തതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടിയിട്ട് ഒന്ന് ക്രിസ്പായിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറു തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഈ കപ്പലണ്ടിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കപ്പ് അവൽ കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറിലുള്ള മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ അവൽ നല്ല ക്രിസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും നമുക്കിനി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. ഇതും ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറുതാക്കി നുറുക്കിയത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പലണ്ടിയും അതുപോലെ അവലൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ടാകും. അത് രണ്ടും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കൊരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കൈ കൊണ്ട് എന്തായാലും ലാസ്റ്റ് മിക്സ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും അതുപോലെ അവലും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴവും അതുപോലെ തന്നെ കപ്പലണ്ടിയും അവലും കൂടിയിട്ട് പൊടിച്ചതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ചൂടാറി തണുത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറു ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മളിതിൻ്റെ മധുരമൊക്കെ നോക്കുക. എത്രത്തോളം മധുരം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ആദ്യമേ തന്നെ ഒരുപാട് ഒരുമിച്ച് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിക്സ് ഭയങ്കര ലൂസായിട്ട് പോവും. അപ്പോൾ കുറച്ച് വീതം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരുപാട് മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ശർക്കരപ്പാനി നമുക്ക് ചേർക്കണ്ട. പകരം കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വീതം എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിത് പിടിച്ചെടുക്കുമ്പോൾ എക്സ്ട്രാ നെയ്യോ അല്ലെങ്കിൽ എണ്ണയൊന്നും കയ്യിലൊന്നും തടവേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മളിതിലേക്ക് നെയ്യ് നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ നെയ്യൊക്കെ ഇത് കുഴച്ച് വരുന്നതോറും നന്നായിട്ട് ഊറി വരും കേട്ടോ. ആ നെയ്യുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ നെയ്യൊന്നും കൈമ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പിടിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം അവർക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.